Good morning. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്. ഫിസിക്കൽ ഡെവലപ്മെന്റിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ക്ലാസ്സിൽ ഫിസിക്കൽ ഗ്രോത്ത് നമുക്കറിയാം, ഹൈറ്റ് വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ്. മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അതുപോലെ ബോഡി ഗ്രോത്ത്, മസിൽസ് കോർഡിനേഷൻ, ബാലൻസ്, മൂവ്മെന്റ്സ്, ഇതൊക്കെ നമ്മൾ ഈ പറയുന്ന ഇതിൽ വരുന്നുണ്ട്, ഫിസിക്കൽ ഡെവലപ്മെന്റിൽ വരുന്നുണ്ട്. ഗുഡ് ഹെൽത്തിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്, കോൺഫിഡൻസും ഇൻഡിപെൻഡൻസും കുട്ടികളിൽ ഉണ്ടാക്കുന്നുണ്ട്. മോട്ടോർ ഡെവലപ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. എബിലിറ്റി ടു കൺട്രോൾ ബോഡി മൂവ്മെന്റ്സ്. നമ്മുടെ ബോഡി മൂവ്മെന്റ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ ആ ഒരു ഡെവലപ്മെന്റിനെയാണ് നമ്മൾ പറയുന്നത് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. 2 ടൈപ്സ് ഉണ്ട്. അത് ഏതൊക്കെയാന്ന് നോക്കാം. ഗ്രോസ് മോട്ടോർ സ്കിൽസും ഫൈൻ മോട്ടോർ സ്കിൽസും. ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ മസിൽസിന്റെ മൂവ്മെന്റ്സ് ആണ്. അതേസമയം ഗ്രോസ് മോട്ടോർ സ്കിൽസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്തിട്ടുള്ള ലെവലിലുള്ള ലാർജ് മൂവ്മെന്റ്സ് ആണ്. വാക്കിംഗ്, റണ്ണിങ്, ജമ്പിങ്, ഇതൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. എന്തൊക്കെ സ്റ്റേജസ് ആണ് ഇതിൽ വരുന്നത് നോക്കാം. ഇൻഫൻസി ടു ഇൻഫൻസി 0 to 2 years വരെയാണ് ഇൻഫൻസി സ്റ്റേജ് വരുന്നത്. ഇവിടെ കുട്ടികളെ സംബന്ധിച്ച് വരുന്ന മോട്ടോർ സ്കിൽസ് എന്ന് പറയുമ്പോൾ റോളിംഗ്, ക്രോളിംഗ്, വാക്കിംഗ്, ഗ്രാസ്പിംഗ്, ഇതൊക്കെയാണ്. ഏർലി ചൈൽഡ്ഹുഡ് 2 to 4 years വരുന്നത് ഓട്ടം, ചാട്ടം, ക്ലൈംബിംഗ്, ഇതൊക്കെയാണ്. ഇനി ഒരു പ്രീ സ്കൂൾ സ്റ്റേജ് ആകുമ്പോഴത്തേക്കും 4 to 6 years ആയി കുട്ടികൾക്ക്. അപ്പോൾ അവർക്ക് കുറച്ച് കാര്യങ്ങളിൽ ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അവർ എഴുതുന്നു, വരയ്ക്കുന്നു, കളർ ചെയ്യുന്നു, ഇതൊക്കെ അവരുടെ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. എന്തൊക്കെയായിരിക്കും? ഹെറിഡിറ്ററി ആയിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ കിട്ടും. നമ്മുടെ ഫാദേഴ്സ്, പാരന്റ്സിൽ നിന്നും, നമ്മുടെ ഗ്രാൻഡ് പേരൻസിൽ നിന്നും, അച്ഛൻ വഴി, അമ്മ വഴി ഒക്കെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഒരു കുട്ടിയുടെ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റിൽ ഹെറിഡിറ്ററി ഒരു ഭാഗമാകുന്നുണ്ട്. പിന്നെ കഴിക്കുന്ന ഫുഡ്, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതിലൂടെയും അവരുടെ ഡെവലപ്മെന്റ്സ് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റി. നമ്മൾ എന്തൊക്കെ കുട്ടികൾ ചെയ്യുന്നുണ്ടെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റീസും കൂടി ഇതിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഫിസിക്കൽ ആക്ടിവിറ്റീസിലൂടെ അതല്ലെങ്കിൽ ഗെയിംസിലൂടെയൊക്കെയാണ് കുട്ടികളുടെ പ്രോപ്പർ ആയിട്ടുള്ള മസിൽസ് മൂവ്മെന്റ്സും അതുപോലെ ഓർഗൻസ് ഡെവലപ്മെന്റ്സും നടക്കുകയുള്ളൂ. പിന്നെ അവർക്ക് കിട്ടുന്ന എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ്, വീടുകളിൽ നിന്ന് കിട്ടുന്ന ഗെയിംസ് കളിക്കുക, ആക്ടിവിറ്റീസിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഫാമിലി, അതല്ലെങ്കിൽ കുട്ടികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരെ കളികളിലൂടെ കാര്യങ്ങൾ പഠിപ്പിക്കുക, ഇതൊക്കെ ചെയ്യുന്നതിലൂടെ അവരുടെ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസും ഇതിലൊരു വലിയൊരു ഭാഗമായിട്ട് വരുന്നുണ്ട്. ഫാമിലിയുടെ സപ്പോർട്ട് തന്നെയാണ് എപ്പോഴും കുട്ടികളെ സംബന്ധിച്ച് അവർ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റിനെ ഒരു മെയിൻ ഫാക്ടറായിട്ട് വരുന്നത്. ഇതിൽ ടീച്ചേഴ്സിന്റെ റോൾ എന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ പേരൻസിന്റെ എന്തൊക്കെയാണ്. കുട്ടികൾക്ക് കളിക്കുന്ന ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഏരിയ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്, അതിനുള്ള ഒരു അവസരം കൊടുക്കുക. ഇതുകൊണ്ട് തന്നെയാണ് ഗെയിംസ് ഒക്കെ നമ്മൾ സ്കൂളിൽ അല്ലെങ്കിൽ PT പീരീഡ് ഒക്കെ കുട്ടികൾക്ക് ഉള്ളത്. കാരണം എന്താണ്, അവർ ഫിസിക്കൽ എക്സസൈസും പഠനത്തോടൊപ്പം തന്നെ ഫിസിക്കൽ അവരുടെ ഡെവലപ്മെന്റും ഒരേപോലെ നടക്കണം. അക്കാഡമിക്കലി മാത്രമല്ല ഫിസിക്കലി അവർ ഫിറ്റ് ആയിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫിസിക്കൽ എക്സസൈസ് ഒക്കെ സ്കൂളിൽ നടത്തുന്നത്. എൻകറേജ് ഹെൽത്തി ഫുഡ് ആൻഡ് സഫീഷ്യന്റ് റെസ്റ്റ്. നല്ല രീതിയിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡും കൊടുക്കണം, അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യത്തിനുള്ള ഒരു റെസ്റ്റും കിട്ടണം കുട്ടികളെ സംബന്ധിച്ച്. സപ്പോർട്ട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ഔട്ട്ഡോർ പ്ലേ. അവർക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷനെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം, അതോടൊപ്പം തന്നെ ഔട്ട്ഡോർ പ്ലേക്കുള്ള ടൈമും അതിനാവശ്യമായിട്ടുള്ള പ്ലേസും ഒക്കെ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് പേരൻസിന്റെയും ടീച്ചേഴ്സിന്റെയും റോളാണ്. ഐഡന്റിഫൈ ആൻഡ് അസിസ്റ്റ് ചിൽഡ്രൻ വിത്ത് ഡെവലപ്മെന്റൽ ഡിലേസ്. എന്തെങ്കിലും കുട്ടികൾക്ക് ഡെവലപ്മെന്റൽ ഡിലേസ് ഉണ്ടെങ്കിലും ഇതിലൂടെ കുട്ടികൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കുന്നതിലൂടെ നമുക്ക് അവർക്ക് എന്തെങ്കിലും ഡെവലപ്മെന്റൽ ഡിലേസ് ഉണ്ടോ എന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. ചില കുട്ടികളെ സംബന്ധിച്ച് എന്തെങ്കിലും ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ നമ്മൾ അവരെ തറലി വാച്ച് ചെയ്യുന്നതിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഗെയിംസ് ആക്ടിവിറ്റീസിലൂടെയൊക്കെയാണ് അവർക്ക് എന്തെങ്കിലും ഡെവലപ്മെന്റ് ഡിലേസ് ഉണ്ടോ എന്ന് ടീച്ചേഴ്സിനായാലും അതുപോലെ പേരൻസിനും മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വലിയൊരു ഫൗണ്ടേഷൻ ആണ് കുട്ടികൾക്കുള്ള. അവരെ ടോട്ടൽ ഗ്രോത്തിലേക്കുള്ള ഒരു ഫൗണ്ടേഷൻ ആയിട്ട് വരികയാണ് ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ അവർക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് അവർക്ക് കൊടുക്കാൻ ശ്രമിക്കുക, ആക്ടിവിറ്റീസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, നമ്മൾ അക്കാഡമിക്കലി കൊടുക്കുന്ന പോലെ തന്നെ ആക്ടിവിറ്റീസ്